കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമമഹത്വപ്പെടട്ടെ. ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ അടുത്ത മകലമായി ശ്രദ്ധിക്കുന്ന കടകളിലും വീടുകളിലും വീതികളിലും എന്നുവേണ്ട ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗപ്പെടുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നെന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ അനേക സമയങ്ങളിൽ അനേക വേദികളിലൂടെ നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ഈ സുവിശേഷം ഞങ്ങളെക്കാൾ അധികമായി നിങ്ങൾ അറിയുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഈ സുവിശേഷം ഒരുപാട് തവണകൾ കേട്ട വ്യക്തിയായിരിക്കെങ്കിലും പിന്നെയും പിന്നെയും ഈ സുവിശേഷം നിങ്ങളെ കാതിലെത്തിക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹവും കരുണയും ഉള്ളതുകൊണ്ട് മാത്രമാണ്. കാരണം ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെട്ടാൽ സ്വർഗം അത്യധികമായി സന്തോഷിക്കുന്നു എന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ പരസ്യമായ ശുശ്രൂഷകൾ ശക്തമായി എതിർക്കുകയും കളിയാക്കുകയും ചെയ്ത ആളാണ് ഞാനും. എന്റെ പേര് അജികുമാർ എന്നാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ പ്രവർത്തിച്ച ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ സുവിശേഷം ഏറ്റവും അധികമായി കളിയാക്കുന്ന എന്റെ ഒരു പ്രവർത്തനമായിരുന്നു. ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ കാണുമ്പോൾ കളിയാക്കുകയും നിന്ദിക്കുകയും കല്ലെറിയിച്ച ഒരാളായിരുന്നു ഞാനും. ഇന്ന് പകൽക്കാലം വഴികളിൽ നിന്നുകൊണ്ട് ഈ യേശുക്രിസ്തുവിന്റെ വരവിനെ ഘോഷിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് നേർച്ചകളും വഴിപാടുകൾ ചെയ്തതിനു ശേഷം ഒന്നിനും വിടിവിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ എതിർത്തിരുന്ന കളിയാക്കുന്ന യേശുക്രിസ്തു ദൈവമാണ് എന്നുണ്ടെങ്കിൽ ഒരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് പിന്നെയും പഴയ പോലെ ജീവിക്കാമെന്ന് കണ്ടുവന്ന ഒരാളായിരുന്നു. 2015-ൽ 18 വർഷത്തിന് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കിയ യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യ ദാനപുരമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ് ഞാൻ ഇന്ന് ഇവിടെ വിളിച്ചറിയിക്കുന്നത്. അറപ്പാനും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാൻ യേശു പറഞ്ഞു. എവിടെയാണ് സമൃദ്ധിയായ ഒരു ജീവിതം? ഈ ഭൂമിയിൽ നാം ജീവിച്ചു തീർക്കുന്നതാണോ സമൃദ്ധിയായ ജീവിതം? ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ 80 വർഷക്കാലം കൊണ്ട് ജീവിച്ചു തീർക്കുന്നതല്ല സമൃദ്ധിയായ ജീവിതം. ദൈവത്തോട് കൂടെ നിത്യമായ രണ്ടാം ജീവിതവും ദൈവമില്ലാതെ നിത്യമായ രണ്ടാം മരണം മനുഷ്യൻ കാത്തു നിൽക്കുന്നതിനാൽ ആ രണ്ടാം മരണത്തിലേക്ക് ഒരു മനുഷ്യൻ പോലും ചെന്നെത്തില്ല എന്നുള്ള ദൈവികമായ ആഗ്രഹത്തെ കണ്ടുകൊണ്ടാണ് പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങളെ കേൾപ്പിക്കുവാൻ അനേകർ ദൈവം ഉപയോഗിക്കാൻ കാരണമാക്കിയിരിക്കുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്നാൽ മതം മാറ്റുന്ന പ്രചരണമെന്നും പണമുണ്ടാക്കുന്ന മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ കളിയാക്കി നിന്ദിക്കുകയും ചെയ്യുമ്പോൾ സുവിശേഷം എന്നാൽ ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ധന്യനായ പൗലോസ് പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുകയും അതാകുന്നതിന്റെ സുവിശേഷമെന്ന്. ഈ സുവിശേഷം എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ, ആരെല്ലാം സുവിശേഷം ഏറ്റെടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം വെളിച്ചം ഉണ്ടാക്കി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ പാപത്തിന്റെ പടുക്കുന്ന ജീവിതമായിരുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആർക്ക് സമാധാനം കൊടുക്കാതെ ഞങ്ങൾ പറയുന്ന ശരിയെന്ന് പറഞ്ഞുകൊണ്ട് സകലത്തിനെ എതിർത്തുകൊണ്ട് നടന്ന ജീവിതമായിരുന്നു. പോലീസുകാർക്കും എസ്ഐസുകാർക്കും സ്വന്തക്കാർക്കും നാട്ടുകാർക്ക് തലവനായി മാറി ജീവിതത്തിൽ ഞങ്ങളെ തേടിയത് സുവിശേഷമാണ്, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുവോരങ്ങളിലും വിളിച്ചു പറയുന്നത് മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്ങാലും മടങ്ങും, എല്ലാ നാമം പാടും യേശു മാത്രം കർത്താവ് എന്ന്
ഇന്ന് ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന, ഇതെന്നെ കവിഞ്ഞ മറ്റാരുമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന സകല മനുഷ്യന്റെ മുഴങ്ങാൽ മടങ്ങുന്ന ഒരു ദിവസമുണ്ട്. അത് വിദൂരമല്ല. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിച്ചുകൊണ്ട് നിത്യരക്ഷകനായി ക്രിസ്തുവിനെ കൊണ്ട് ഒരു മാസം കൊണ്ട് നിറഞ്ഞുകൊണ്ട് മടങ്ങി വരുവാൻ കിട്ടുന്ന സമയം നാം മൃതമാക്കി കളയരുത്. ഈ സമയം നാം നഷ്ടപ്പെടുത്തി കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടതായി വരും. കാരണം സകല മനുഷ്യനും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിൽ ഒരു ദിവസം വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. അന്ന് ജീവന്റെ പുസ്തകത്തിൽ കരുതി കാണുന്ന സകല മനുഷ്യനും രണ്ടാം മരണമായ തീപ്പൊയിലേക്ക് എത്താൻ പോകുന്നത്. പലരും പറയുന്നുണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്നും നല്ലതാണ് നടത്തി കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന് പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാതെ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോകുകയില്ല എന്നുള്ളത്. പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. എങ്ങനെയാണ് നമ്മൾ രക്തം ശുദ്ധീകരിക്കേണ്ടത്? ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ കൊണ്ട് രക്തത്തെ മാറ്റിക്കൊണ്ട് പുതിയ രക്തം കയറ്റിയാൽ പിന്നെയും പാപത്തിന്റെ രക്തമാണ് നമ്മുടെ ശരീരങ്ങളിൽ വരിക. എന്നാൽ പാപമില്ലാത്തവരുടെ രക്തമായ ആ രക്തം കയറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ രക്തം ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ. ആരുടെ രക്തമാണ്? പാപമില്ലാത്തവന്റെ രക്തം. വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, പാപമൊഴികെ അവൻ മനുഷ്യന് തുല്യമായി ഈ ഭൂമിയിൽ ജീവിച്ച യേശുക്രിസ്തുവിനെ കുറിച്ച്. അതെ, യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തെ കഴുകപ്പെടാത്ത ഒരു മനുഷ്യനെയും പാപത്തെ മാറ്റുവാനോ പാപ സ്വഭാവത്തെ മാറ്റുവാനോ കഴിയുന്നതല്ല എന്നുള്ള സത്യസന്ദേശമാണ് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നത്. സത്യം അറിയുകയും സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കും എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ആരാണ് സത്യം എന്നറിയാതെ, ആരാണ് ദൈവം എന്നറിയാതെ, എവിടെയാണ് പാപത്തിന് മോചനം പ്രാപിക്കാൻ കഴിയുമെന്നറിയാതെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിനടുക്കൽ പോകുകയില്ല എന്ന് യേശു തന്റെ വാമൊഴിയാൽ പറയുവാനിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പാപം കടന്നു വരുവാൻ കാരണം ആദ്യ മനുഷ്യനായ ആദാം അനുസരിക്കേട് കാണിച്ച നിമിത്തമാണ്. ആദാം എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ വേണം അകന്നുപോയ മനുഷ്യൻ, ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ വേണം ഒളിഞ്ഞുപോയ മനുഷ്യൻ പാപത്തിലേക്കും മരണത്തിലേക്കും പോകുകയുണ്ട് വന്ന്. ആ മരണത്തിൽ പോയ മനുഷ്യനെ തേടി 2000 വർഷങ്ങൾക്ക് മുമ്പേ ഈ താണഭൂമിയിലേക്ക് സ്വർഗത്തിലെ സകല മഹിമയും വേണ്ടി ഇറങ്ങി വരികയും എന്റെയും നിങ്ങളുടെ ശാപത്തെയും പാപത്തെയും മരണത്തെ വഹിച്ചുകൊണ്ട് കാൽവരിയിൽ യാഗമാകുകയും കല്ലറ ഭേദിച്ചുകൊണ്ട് 3-ാം നാൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു പറഞ്ഞു പോയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വരവെടുത്ത ഈ ആസന്ന വേളയിൽ ഈ സുവിശേഷം ഏറ്റെടുത്തുകൊണ്ട് പാപിയായ ഒരു മനുഷ്യനാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപത്തെ കടിച്ചു കപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വിലപ്പിക്കുന്ന ഒരു നല്ല യേശുവിനെയാണ് ഞാനിന്ന് ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. പാപത്തിന് പരിഹാരം കാണുവാൻ വേണ്ടി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, എവിടെയും അലയേണ്ട ആവശ്യമില്ല. ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് പാപത്തെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പാപിയെ സ്നേഹിക്കുന്ന, പാപത്തെ വെറുക്കുന്ന ഒരു നല്ല യേശുവിനെയാണ് ഞാൻ ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനമെന്ന്? ഈ ഭൂമി നാം ആയിരിക്കുമ്പോൾ ഇത് നമുക്കൊരു കുഴപ്പവുമില്ല, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, പണമുണ്ട്, പ്രശസ്തിയുണ്ട്, അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ ഇതെല്ലാം നേടുമ്പോഴും നിങ്ങളുടെ ആത്മാവ് എവിടെയാണ് ചെന്നെത്തുക എന്നത് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വായിച്ച വേദഭാഗം ഇങ്ങനെയായിരുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്ക് നിയമിച്ചു വെച്ചിരിക്കുന്നതിനാൽ സകല മനുഷ്യരും മരിക്കും. എന്നാൽ ന്യായവിധി കാക്കുന്ന ഒരു ദിവസമുണ്ട്, അന്ന് ജീവന്റെ പുസ്തകത്തിൽ പേര് കാണുന്ന ഏവരെയും തീപ്പൊയ്കി തള്ളിയിടപ്പെടും. ചിലർ പറയാറുണ്ട്, ഞങ്ങൾ ഒരുപാട് ദാനം നടത്തിയ ആളുകളാണ്, ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്ധരക്കാർ, തീൻപാരാതി നിന്നവർക്കും ഏവർക്കുള്ള ഓഹരിയാണ് തീയും ഗന്ധവും കൊണ്ടുന്ന തീപ്പൊയ്ക. ഞാൻ വിളിച്ചു പറഞ്ഞ വേദഭാഗത്ത് നിങ്ങളുടെ പേരിലെ വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിശ്ചയമായും രണ്ടാം മരണമായി തീപ്പൊയിലേക്ക് നിൽക്കാൻ പോകുന്നത്. എന്നാൽ നമുക്കായി സൗജന്യമായ ഒരു രക്ഷയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും
നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുന്ന ഗുണം ദൈവലോകത്തെ സ്നേഹിച്ച് ആ സ്നേഹമാണ് നമുക്കായി കൽവരി ചൊരിഞ്ഞ രക്തം. ആ സ്നേഹമാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സ്നേഹ നായകൻ. ആ രക്ഷകനിലല്ലാതെ മനുഷ്യൻ നിത്യമായ ജീവനിൽ കടന്നു പോകാൻ കഴിയില്ല എന്നുള്ള സത്യ സുവിശേഷം ഇവിടെ വിളിച്ചറിയിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിച്ചുകൊണ്ട് നിത്യരക്ഷകനായ ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകളെ ശ്രദ്ധിച്ചെല്ലാവരും നന്ദിയും സ്നേഹത്തിൽ ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ നാശങ്ങളെ കേട്ട